തങ്കിട ദിന്ന കദിന്ന ത ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ വീഡിയോ തുടങ്ങിയത് അറിഞ്ഞില്ല, ഇടയ്ക്ക് ഞാൻ വേറെ എങ്ങോട്ടൊക്കെയോ. അപ്പോൾ ഗൈസ്, നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രേണുവൊക്കെയാണ്. സോ താല്പര്യമുള്ള ആൾക്കാർ മാത്രം കണ്ടാൽ ഇത്തിരി ചിക്കിളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള വീഡിയോ ആണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മുടെ രേണുവക്കയുടെ ഒരു ചാറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നല്ലോ. മറ്റേ മീറ്റ് ആക്കാം, എൻ്റെ മാനേജറിനോട് സംസാരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതിനെ തുടർന്നിട്ട് കഴിഞ്ഞ ദിവസമാണെങ്കിൽ റീസെൻ്റ് ആയിട്ട് പുള്ളിക്കാരിയുടെ പുതിയൊരു മൂവിയുടെ ഏതോ ഒരു സംഭവത്തിൻ്റെ പൂജയ്ക്കോ എന്തിനോ പരിപാടിക്ക് വന്നപ്പോഴത്തേക്കിന് ഓൺലൈൻ മീഡിയസിൻ്റെ ഒക്കെ കൊടുത്തേക്കുന്ന ബൈറ്റിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. നമുക്ക് എന്തൊക്കെയാണെന്ന് അതൊക്കെ ഒന്ന് കേൾക്കാം. എന്നെ കാണണോ, നിങ്ങൾക്ക് മീറ്റ് ചെയ്യണോ, മീറ്റ് ചെയ്യണോ, നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്ന മീറ്റല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു കോഫി കുടിക്കണോ, ഷേക്ക് കുടിക്കണോ, ഒന്ന് ഡ്രൈവിന് പോകണോ, അല്ലെങ്കിൽ ഒന്ന് പുറത്ത് നമ്മൾ കറങ്ങാൻ പോകണോ, ജസ്റ്റ് മീറ്റപ്പ്, പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ. ഞാൻ അത്രേ ഉള്ളൂ. ഇപ്പോഴും ഡേറ്റിംഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും പല ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത് ഫുഡ് കഴിക്കാൻ പോകുന്നതാണെന്നാണ് പല ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത്. അതുപോലെ നമ്മുടെ രേണുവൊക്കെ ജസ്റ്റ് മീറ്റപ്പ്, ഒരു കോഫി കുടിക്കുന്നു, ഒന്ന് കറങ്ങാൻ പോകുന്നു, അത്രയൊക്കെ ഉള്ളൂ. നമ്മളെന്തിനാ ഇങ്ങനെ തെറ്റിദ്ധരിക്കാതിരിക്കുന്നത് അല്ലേ രേണുവൊക്കെ? പറയാറുണ്ട് ലൈവില്, നിങ്ങൾക്ക് ഷൂട്ട് വേണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷൂട്ട് വേണോ, അല്ലെങ്കിൽ പ്രോഗ്രാം വേണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രമോഷൻ വേണോ, പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ. അതിനകത്ത് എന്താണ് പ്രശ്നം? ഞാൻ ആ ചാറ്റ് കണ്ടിട്ടില്ല, അത് എൻ്റെ ആണെന്ന് പോലും എനിക്ക് ഡൗട്ടാണ്. എനിക്ക് ഓർമ്മ പോലും ഇല്ല എന്താ സംഭവിച്ചെന്നാണ്. എൻ്റെ ആണെന്ന് പോലും ഡൗട്ടാണെന്ന്. അതായത് രേണുവൊക്കെ മറ്റാരെങ്കിലും ആയിട്ടൊക്കെ ഇത്തരത്തിലുള്ള സെയിം ചാറ്റ് നടത്തിയിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു ചാറ്റ് പുള്ളിക്കാരിയുടെ ആണോ എന്നുള്ളതാണ് ഡൗട്ട് ഇരിക്കുന്നത്. അതായത് ഈ പറയുന്ന പ്രസ്തുത വ്യക്തി ആരാണോ അറിയാം. കാര്യം കുറേ ആൾക്കാർക്ക് മെസ്സേജ് അയക്കുന്നില്ലേ, അപ്പം ആരാ എന്താന്നുള്ള കൃത്യമായിട്ടൊരു ഇത് പുള്ളിക്കാരിക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, അതായിരിക്കാം. അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്ത് പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്ന ഇത്തരത്തിൽ ഈ ഒരു ചാറ്റ് വേണമെങ്കിൽ ഇതിൻ്റെ ഒരു ക്രെഡിബിലിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് അറിയാത്തത് കൊണ്ട് ചിലപ്പോൾ ഫേക്ക് ആയിട്ടുള്ള രീതിയിലും ഇങ്ങനൊരു സംഭവം വരാതിരിക്കാം. ഓക്കെ, അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്ത് പറഞ്ഞിരുന്നു, കുറച്ച് സംഭവ വികാസങ്ങൾ ഈ റീസെൻ്റ് ആയിട്ട് നടക്കുന്നതിൽ കുറേ സത്യങ്ങളും കുറേ അസത്യങ്ങളുമാണ് നമ്മുടെ മുന്നിലോട്ട് എത്തുന്നത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അപ്പം നമ്മൾ ക്രെഡിബിലിറ്റി ഉള്ള സംഭവത്തിൽ മാത്രമേ നമ്മൾ സംസാരിക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ ഇല്ലാന്ന് തന്നെ നമ്മൾ പറയാം. ഇനി ബാക്കി കേൾക്കാം. എനിക്കറിയില്ല അതിനെപ്പറ്റി, എനിക്ക് ഓർമ്മ പോലും ഇല്ല എന്താ സംഭവം. ഇനിയിപ്പോൾ ചാറ്റാണോ ഇനി വെച്ച് ചെയ്താണോ, ഞാനത് കണ്ടുമില്ല, ശ്രദ്ധിച്ചു. എന്നോട് ഒരാൾ കണ്ടവരൊക്കെ പറഞ്ഞു പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ, അങ്ങനെ ഞാൻ പറയുന്നതാണ് സാധാരണ. അല്ലെങ്കിൽ ഇതെനിക്കറിയില്ല സംഭവം. ഒരു പ്രൊമോഷൻ, പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ ഫോർ പ്രൊമോഷൻ. നിങ്ങൾക്ക് പ്രൊമോഷൻ വേണോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഷൂട്ടിന് ആവശ്യമുണ്ട്, പ്രോഗ്രാം ആവശ്യമുണ്ട്, മാനേജറെ കോൺടാക്ട് ചെയ്യുക. അത് എല്ലാ സെലിബ്രിറ്റിയും പറയുന്നത് തന്നെയാണ്. എല്ലാ സെലിബ്രിറ്റി അവിടെ പറയുന്നത് നിൽക്കട്ടെ, രേണുവക്ക നിങ്ങളൊരു സെലിബ്രിറ്റിയാണ്, നിങ്ങൾ തന്നെ സ്വയം പറയുമ്പോഴത്തേക്കിന് ഈ കണ്ടിരിക്കുന്ന നമ്മളെല്ലാവരും ഒരുമാതിരി കളിയാക്കുന്ന പോലെ ഫീൽ ചെയ്യണേ. ഞാനൊരു കമൻറ്റ് പുള്ളിക്കാരുടെ വായിക്കായിക്കോട്ടെ. യെസ്, ഐ ആം സെലിബ്രിറ്റി, സോ പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ. യെസ്, നേരിട്ട് മീറ്റപ്പ്, കോഫി കുടി, ഷൂട്ട്, പ്രോഗ്രാം, ഇഫ് യു വാണ്ട് പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ എന്നും പറഞ്ഞുകൊണ്ട് ഇത് എന്തോ ഫോട്ടോയാ ഇത് ഒക്കെ പുള്ളിക്കാരിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ യെസ്, ഐ ആം സെലിബ്രിറ്റി നമ്മൾ സ്വയം പറയുമ്പോൾ കണ്ടിരിക്കുന്ന ആൾക്കാരല്ലേ നമ്മളെ പറ്റിയിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ട് പറയണ്ടേ ഓക്കെ ഇവരൊരു സെലിബ്രിറ്റി ആണെന്നുള്ളത്. നമ്മൾ സ്വയം പറഞ്ഞു നടക്കുമ്പോഴത്തേക്കിന് മറ്റേ ഒരുമാതിരി കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ ഒരുമാതിരി കളിയാക്കുന്ന പോലെ ഞാൻ സെലിബ്രിറ്റി ആയിട്ടോ, എവിടുത്തെ സെലിബ്രിറ്റി, അതൊക്കെ ഞാൻ സെലിബ്രിറ്റി അത്രയൊന്നും വിചാരിച്ചാൽ മതി എന്ന് പറയുന്ന പോലത്തെ ഒരു പരിപാടി. എൻ്റെ രേണുവൊക്കെ അങ്ങനെയൊന്നും പറയില്ല, ഭയങ്കര കേൾക്കുമ്പോൾ ഭയങ്കര ക്രിഞ്ച് അടിക്കുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ചാറ്റിൻ്റെ കാര്യം, അത് പുള്ളിക്കാരി പല ആളുകളുമായിട്ട് ഇത്തരത്തിൽ ചാറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതിൻ്റെ തെളിവ് പുള്ളിക്കാരി എന്നെ പറയാതെ പറയുന്നുണ്ട്. ഇത് ആരുമായിട്ടുള്ളതാണെന്ന് ഓർക്കണില്ല എന്ന്. അങ്ങനെ ഒരു ചാറ്റ് പുള്ളിക്കാരി ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതില്ലാന്ന് തന്നെ പുള്ളിക്കാരിക്ക് പറയാം. അപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കണം, കാലിൻ്റെ ഫോട്ടോയ്ക്ക് മറ്റേ സ്റ്റോറി ഇട്ടപ്പോൾ റിയാക്ഷൻ എടുത്ത് ഒരു 5-6 ഉമ്മയൊക്കെ വന്നിട്ട് അങ്ങനെ വന്നതാണ്. ഒരു കോഫി കുടിക്കുന്നു, നമ്മളൊരു ഒന്ന് കറങ്ങാൻ പോകുന്നു, ജസ്റ്റ് മീറ്റപ്പ് അത്ര മാത്രമേ ഉള്ളൂ. മനസ്സിലായി? ഞങ്ങൾ അങ്ങ് ദുബായിൽ നിന്ന് വന്നത് കുറേ നാളായിട്ട് അത് മാത്രം കേൾക്കണില്ല. ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ഞാനങ്ങ് ദുബായിലായിരുന്നു എന്നുള്ള രീതിയിൽ. പക്ഷേ ഈ കുറച്ച് കാലമായിട്ട് അത് മാത്രം കേൾക്കണില്ല. ഇനി ഇത് കഴിഞ്ഞിട്ട് മറ്റു ചില വിഷയങ്ങളോട്ട് പോകുന്നുണ്ട്, കിച്ചുവിൻ്റെ കാര്യമൊക്കെ സംസാരിക്കുന്നുണ്ട്. നമുക്കതൊന്ന് കേൾക്കാം. എന്നെ വിളിച്ചു, ഒരു ഉച്ചയൊക്കെ വിളിച്ചു. അമ്മ, ഞാനിപ്പോൾ ഈ നമ്പർ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാവില്ല, നമ്പർ സേവ് ഇടല്ല, വാട്സപ്പിൽ മാത്രമേ സേവ് ഇല്ല. ഹലോ, എന്താ കിച്ചു അമ്മ, ഞാൻ കുഞ്ഞിനെ കൊണ്ടത് പുറത്ത് പോയിക്കോട്ടായിരുന്നു. അപ്പോൾ ഞാൻ പോയിക്കോ, നിൻ്റെ അനിയല്ലേ, നീ കൊണ്ടുപോകും, സേഫായിട്ട് കൊണ്ടുപോകും. അമ്മ എപ്പോഴാണ് വരിക? ഞാൻ പറഞ്ഞു ഞാനിവിടെ ഒരു പ്രമോഷന് ഭാഗമായിട്ട് നിൽക്കുക, ഞാൻ വരാം, ഉച്ച കഴിഞ്ഞ് വരാം. ഓക്കെ അമ്മ. ഞാൻ കോൾ എടുത്തിട്ട് ഹലോ എന്നെ കിച്ചുവേ, അമ്മ തന്നെ എന്നെ വിളിച്ചു, അമ്മ ഞാനിങ്ങനെ കൊണ്ടുപോകാം. ശരി കിച്ചു, ശരി. സാധാരണ എല്ലാവരും ആ ഒരു ദേഷ്യമൊക്കെ മനസ്സിലാക്കില്ല. എനിക്ക് ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് അങ്ങനെ ദേഷ്യവും പകയും വെച്ചുകൊണ്ടിരിക്കുന്ന ഒരാളല്ല ഞാൻ. പ്രത്യേകിച്ച് ഞാൻ പ്രസവിച്ചിട്ടില്ല, എൻ്റെ മകൻ തന്നെയാണെന്ന് ഞാൻ എപ്പോഴും പറയുന്ന പോലെ അങ്ങനെ തന്നെയാണ്. എന്നെ അമ്മ എന്ന് വിളിച്ചെങ്കിൽ
ഞാൻ എന്നും അവൻ്റെ അമ്മ തന്നെ ആയിരിക്കും. എന്നെ അമ്മ എന്ന് വിളിക്കുന്നതോളം വരെ ഞാൻ എന്നും അവൻ്റെ അമ്മ തന്നെ ആയിരിക്കും. എൻ്റെ രേണുക്ക, ഇവരിത് പറയുമ്പോഴെല്ലാം എനിക്ക് ഓർമ്മ വരുന്നത് എന്നറിയോ, കിച്ച് ഫസ്റ്റ് ആ ഒരു വീഡിയോ ഇട്ടില്ലായിരുന്നു ഇതുപോലെ കുറേ നാളായിട്ട് ഈ ട്രോമയൊക്കെ അനുഭവിക്കുന്നതിനെ പറ്റിയിട്ട്. അത് കഴിഞ്ഞ് പുള്ളിക്കാരി ആണെങ്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കരഞ്ഞുകൊണ്ട് ഞാൻ ഇല്ലാണ്ടാവാൻ പോവാണ്, സ്വയം തീരാൻ പോവാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ടിട്ട് തൊട്ട് പുറകെ ഒരു സ്റ്റോറി ഇട്ടേക്കുവാണ്, സബ്സ്ക്രൈബ് ഫോർ എക്സ്ക്ലൂസീവ് കണ്ടന്റ് എന്ന്. എൻ്റെ രേണുക്ക ഇനി അത് കഴിഞ്ഞിട്ട് മറ്റു ചില സമകാലിക വിഷയത്തെ പറ്റിയിട്ട് നമ്മുടെ രേണുക്ക സംസാരിക്കുന്നുണ്ട്, നമുക്ക് കേൾക്കാം. എന്താ ഉദ്ദേശിച്ചത് അഖിൽമാരാണ്? രേണു ചേച്ചി ഒരു അമ്മയല്ലായിരുന്നു? ഞാൻ അമ്മയാണ്, അമ്മയായിട്ടുണ്ട്. നിങ്ങളൊന്നും ഈ ആണുങ്ങളൊന്നും ഉദ്ദേശിക്കുന്നില്ല, അല്ലെങ്കിൽ അഖിൽമാരെ പറഞ്ഞ പോലത്തെ സാധനമല്ല അതെന്നൊക്കെ പറഞ്ഞാൽ ഒരു സ്ത്രീ ആകണം. അതൊന്നും അഖിൽമാരാർ പറയുന്ന പോലെ മറ്റേ ഇതിടിച്ചൊന്നും ഒരലടിച്ചൊന്നും അത്ര ഒന്നും ഈസി അല്ല. ഒരലടിക്കുന്ന കാര്യമാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. ഒരു നിമിഷത്തേക്ക് ഞാനെങ്കിലും ഇല്ലാണ്ടായിപ്പോയി. രേണുവൊക്കെ പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. മാരാർജി അതൊരു പെണ്ണായാൽ മാത്രമേ മാരാർജിക്ക് അത് മനസ്സിലാവുകയുള്ളൂ. ഇല്ലേ മാരാർജി ചുമ്മാ ആവശ്യമില്ലാത്ത മാരാർജി പോട്ടെ, നമ്മൾ കുറെ കൊടുത്ത് മാരാർജിക്ക്. ഇനി അടുത്ത ഷിയാസ് കരീമിന്റെ വിഷയം പറയൂ രേണുക്ക. ഷിയാസ് കരീമിന്റെ അടുത്ത സുഹൃത്താണല്ലോ, അപ്പൊ ഷിയാസ് കരീമിനെ കുറിച്ച് കുറച്ച് വിവാദങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആരും രേണുവിന്റെ ഒരു അഭിപ്രായം പേഴ്സണലി? ഷിയാസിനെ ഞാൻ 3-4 പ്രാവശ്യം കണ്ടിട്ടുള്ളൂ, 2-3 പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. ഷിയാസിനെ സുധിച്ചേട്ടനുള്ളപ്പോൾ തൊട്ടേ അനിയൻകുട്ടാന്നാണ് സുധിച്ചേട്ടൻ എന്നോട് പറയുന്നത്. എനിക്കും എന്നെക്കാളും 2-3 വയസ്സ് മൂത്താന്ന് തോന്നുന്നു, എങ്കിൽ പോലും എനിക്കും ഷിയാസ് അനിയൻകുട്ടൻ തന്നെയാണ്. പിന്നെ എന്താ പറയുക, നമ്മൾ ഈ പറയുന്ന ഒരു ആരോപണം ഉന്നയിക്കുന്നവരൊക്കെ പിന്നെ എന്നെ പറ്റി കണ്ടില്ലേ, പെർഫെക്റ്റ് ആണല്ലോ, എല്ലാവരും പെർഫെക്റ്റ് ആയതുകൊണ്ട് പിന്നെ ആർക്കും നേരെ കഴിച്ചുകൊണ്ടല്ലോ. സത്യം എന്താണെന്ന് വരട്ടെ. കുറെ പോകുന്നുണ്ട് എൻ്റെ രേണുവൊക്കെ. അതിൻ്റെ ഇടയിൽ കൂടെ ഷിയാസ് കരീം അത് എന്നെ പറ്റി തന്നെ എന്തോ ഒരു ഫേക്കായിട്ട് പുള്ളിക്കാരി പറഞ്ഞ ഒരു കാര്യമുണ്ട്, കുറെ ഫേക്കായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറെ സത്യങ്ങൾക്കിടയിൽ കുറെ അസത്യങ്ങളോട് ഇടയ്ക്കൂടെ തള്ളി കയറുന്നുണ്ട്. പിന്നെ പുള്ളിക്കാരി കുറെ ഹേറ്റ് ഇങ്ങനെ ആൾക്കാർക്കിടയിൽ നിലനിർത്തുന്നതുകൊണ്ട് കുറെ ആളുകളത് വിശ്വസിച്ചും പോകുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഷിയാസ് കരീം, അയ്യോ പാവം പിടിച്ചൊരു മനുഷ്യനാന്നേ, ഈ പഞ്ചപാവം അത്. പക്ഷേ ഷിയാസ് കരീമിൻ്റെ വോയിസ് ഒക്കെ പുറത്തൊക്കെ വന്നതൊന്നും രേണുവൊക്കെ അറിഞ്ഞില്ല. ഇനി അടുത്തൊരു സാധനങ്ങൾ വന്നിട്ടുണ്ട്, ഞാൻ ഇനി അതുകൂടെ ഒന്ന് കേൾപ്പിക്കാം. 5 ലക്ഷം രൂപ ലീസിന് വണ്ടി കിട്ടും, അതെടുത്താലും ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്. 23-ാം തീയതി 24-ാം തീയതി ഞാനവിടെ എത്തൂല ഇൻഷാല്ല. പൊളിക്കാം നമുക്ക്. മനഃപൂർവ്വം വിളിക്കാത്ത അത് ഞാനേ മനഃപൂർവ്വം വിളിക്കാത്തതൊന്നുമല്ല കേട്ടോ. എൻ്റെ കൂടെ ഫുൾ ടൈം ഗേൾഫ്രണ്ട്, ഞാൻ ഫുൾ ടൈം വീട്ടിൽ നോമ്പായിട്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാറില്ല. പിന്നെ അവിടെ പോയാലും എൻ്റെ കൂടെ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല, നോമ്പായിട്ട് വീട്ടിൽ തന്നെയാണ്, അതുകൊണ്ടാണ് വിളിക്കാത്തത്. പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല, വീട്ടിൽ തന്നെ ഇരിപ്പാണ്, പരിപാടികളൊക്കെ കുറവാണ്, അതുകൊണ്ടാണ് വിളിക്കാത്തത്. ഓക്കെ, പക്ഷേ അത് നോമ്പൊക്കെ നമ്മൾ സംസാരിക്കാം. ഞാൻ വിളിച്ചാലൊന്നും എടുത്തില്ല, അവൻ മെസ്സേജാണ് ഉമ്മ എൻ്റെ അടുത്തേക്ക് പറഞ്ഞു. അല്ല വേറെ അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും വിചാരിക്കില്ല, നമ്മൾ കല്യാണം കഴിച്ചിട്ട് മാറിയിട്ടൊന്നുമല്ല. ഞാൻ നിൻ്റെ അടുത്തല്ല, ഇത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ട ജീവിതം, അല്ലെങ്കിൽ പിന്നെ മുന്നോട്ട് പോകില്ല. ഓക്കെ, മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്. പിന്നെ ഞങ്ങൾ തിരക്കാണ്, ഞാൻ ജിമ്മിൻ്റെ പണിയെടുക്കുന്ന ഓടി പണിയെടുക്കാണ്, ഫുഡ് അങ്ങോട്ട് കോട്ടത്തിലാണ്, അതുകൊണ്ടാണ്. പിന്നെ എനിക്കറിയില്ല നീ ഉറങ്ങാണോ, എന്ത് ചെയ്യാം, നാട്ടിലല്ലോ സൗദിയിലല്ലേ, അതുകൊണ്ടാണ് ഞാൻ വിളിക്കാത്തത്. പിന്നെ എനിക്ക് നീ മെസ്സേജ് അയക്കാറില്ല, പിന്നെ ഞാനെങ്ങനെ എപ്പോഴും അയച്ചിട്ട് അയക്കാത്തതാണ്. നീ ദർഫയായിട്ട് വിഷയം തീർക്കോളൂ, അല്ലെങ്കിൽ എനിക്ക് അത് കുഴപ്പമില്ല, തടിച്ച നാട്ടിലും പട്ടണം ശരിയായിക്കോളൂ. നീ ദർഫയായിട്ട് വിഷയം തീർക്കോളൂ, അല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. നിങ്ങൾ രണ്ടാളും എനിക്ക് വേണം. ഞാൻ ജീവിക്കണേ ഇങ്ങോട്ട് വേണം. നീ അവളോട് മെസ്സേജ് അയച്ച് അവളെ നീ ഇത് റിക്വസ്റ്റ് ഇട്ട് എൻ്റെ മെസ്സേജ് അയച്ച് പറയട്ടെ കാര്യങ്ങൾ റിക്വസ്റ്റ് സംസാരിക്കുക പ്ലീസ്. ഈ ജിമ്മോട് എനിക്ക് സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയാണ്, എല്ലാവരും കൂടെ സന്തോഷത്തോടെ എല്ലാവരും വേണം എനിക്ക്. ദർഫ് മാത്രമല്ല, നിങ്ങളെല്ലാവരും വേണം. ഞാൻ നിൻ്റെ പെരുമ്പാർക്ക് വീട് മാറുന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് നിന്നെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വേണ്ടിയാണ്, നിനക്കെന്ത് പ്രശ്നമാണ് ഞാൻ ഒന്ന് ഇടപെടാൻ വേണ്ടിയാണ്. എനിക്ക് എപ്പോഴും കോഴിക്കോട് കൂടി എത്താൻ പറ്റില്ല. ഇത് കേട്ടോ, ഷിയാസ് കരീമിനെ എല്ലാവരും വേണം, ഞാൻ ഇത്ര ഭാഗം മാത്രമേ വെക്കണുള്ളൂ. അപ്പോൾ ഇതിനകത്ത് പക്ഷേ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വോയിസ് ഒക്കെ പുറത്ത് വരുമ്പോഴത്തേക്കിനും ഓക്കെ പുള്ളിയുടെ മറ്റേ ഈ കേസിനകത്ത് പീഡിപ്പിച്ചു എന്ന് പറയുന്ന ആ ഒരു സംഭവമല്ല കിടക്കുന്നത്. ഇതുപോലെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്തു, ഇത്തരത്തിൽ പൈസ തട്ടിച്ച ഈ സംഭവങ്ങളൊക്കെയാണ് കിടക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനൊരു വോയിസ് കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പുറത്ത് വരുമ്പോഴത്തേക്കിനും ഒരാളുടെ മാത്രമായിട്ട് എന്തിനും ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ സംഭവം കൂടെ വേണ്ടേ? കാര്യം ഇയാൾ ഓൾറെഡി വൈഫ് ഉണ്ട്. കാര്യം കഴിഞ്ഞൊരു വോയിസ് കേട്ടപ്പോഴത്തേക്കിനും ഇയാളുടെ ഭാഗം ക്ലിയർ എന്നുള്ള രീതിയിലായിരുന്നു, പുള്ളിക്കാരുടെ ഭാഗം ക്ലിയർ എന്നുള്ള രീതിയിലായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഈ വൈഫ് ഉള്ളപ്പോഴും ഈ ഒരു വൈഫിൻ്റെ കാര്യം പുള്ളിക്കാരിയുടെ അടുത്ത് പുള്ളിക്കാരി അറിഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് സംസാരിക്കുന്നുണ്ട്,
എനിക്ക് രണ്ടുപേരും വേണം, എല്ലാവരും വേണം എന്നുള്ള രീതിയിൽ പറയുമ്പോഴത്തേക്കിന് അപ്പോൾ തിരിച്ചെന്ത് സംസാരിച്ചു എന്നുള്ളൊരു സംഭവം കൂടെ വേണ്ടേ. അപ്പോൾ അതിനെങ്ങനെ പുള്ളിക്കാർ റെസ്പോണ്ട് ചെയ്തു എന്നുള്ളത് കാര്യം ഈ ഒരു സാധനം അവർ തമ്മിലുള്ള ഇത്തരം ഈ പ്രൈവറ്റ് ചാറ്റ് അല്ലെങ്കിൽ ഈ പ്രൈവറ്റ് മെസ്സേജ് ഇത് പുറത്ത് ഈ വോയിസ് പുറത്തോട്ട് വരുമ്പോഴത്തേക്കിന് ആ ഒരു സൈഡിലൂടെ പുറത്തോട്ട് വരണം എന്നുള്ളതാണ് എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ളത്. കാരണം മറ്റേത് അതിന് മുന്നേ നമ്മൾ സംസാരിച്ചത് ഞാനും വിചാരിച്ചൊരു കാര്യം പുള്ളിക്കാരിക്ക് ഇത് അറിയുന്നുണ്ടായിരുന്നില്ല എന്നായിരുന്നു വിചാരിച്ചത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ, ഇപ്പോൾ ഇയാൾ മറ്റേ ചതിച്ചു പറ്റിച്ച സംഭവം നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇതങ്ങനെയല്ല, രണ്ടുപേർക്കും അറിയാം. അങ്ങനെ എളുപ്പം ആ രണ്ടാമത്തെ ആളുടെ വോയിസ് വരണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ബാക്ക് ടു രേണുക്കയിലോട്ട് വരുമ്പോഴത്തേക്കിന് രേണുക്കനെ സപ്പോർട്ട് ചെയ്തിട്ട് മറ്റൊരു ആക്ട്രസ് കൂടി വന്നിട്ടുണ്ടായിരുന്നു. നമുക്കിനി ആ ഒരു വീഡിയോ കൂടെ ഒന്ന് കാണാം. അത്യാവശ്യ കാര്യം പറയാനാണ്. രേണു സുധിയെ പറ്റി ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടല്ലോ, അതിനൊരുപാട് കമൻറ്റുകൾ കണ്ടു. കൂടാതെ അത് ഷെയർ ചെയ്തുകൊണ്ട് വേറൊരു യൂട്യൂബർ അതെടുത്ത് ഒരു വീഡിയോ ആക്കി ഇട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നതിൽ നമ്മളും സന്തോഷിക്കല്ലേ വേണ്ടത്? അതെ, അവർ സന്തോഷിക്കുന്നതിൽ നമ്മളും സന്തോഷിക്കുകയാണ് വേണ്ടത്. ഒരു കോഫി കുടിക്കാൻ വരുന്നുണ്ടോ, അന്ന് മീറ്റ് ചെയ്യാൻ വരുന്നുണ്ടോ, കോണ്ടാക്ട് മൈ മാനേജർ എന്നൊക്കെ പറയുമ്പോൾ വി ഷുഡ് സന്തോഷം, നമ്മൾ സന്തോഷിക്കണം. എനിക്ക് മെസ്സഞ്ചറിൽ ഒരാൾ മെസ്സേജ് ഇട്ടോ, രേണു സുധിയെ പറ്റി നിങ്ങൾ അറിയാത്തത് കൊണ്ടാണ്, അവരുടെ സ്വഭാവം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്, നിങ്ങൾ മനസ്സിലാക്കിയ ആളല്ല. എക്സാക്ട്ലി. പൊന്നു മോനെ, ഞാനൊരു കാര്യം പറയാം. ഭർത്താവ് മരിച്ച സ്ത്രീകൾ സന്തോഷമായി ഒരു ജോലി ചെയ്ത് അവർ സന്തോഷമായി ജീവിക്കുന്നത് കാണുമ്പോൾ അസൂയപ്പെടുന്ന ആളുകൾ കള്ളക്കഥ ഉണ്ടാക്കും. ഈ കള്ളക്കഥ ഉണ്ടാക്കിയെന്ന് പറഞ്ഞതിൽ നേരത്തെ ഞാൻ പറഞ്ഞ സംഭവം ഉണ്ട്, അല്ലാതെ കുറേ സത്യങ്ങളായിട്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. പിന്നെ പുള്ളിക്കാരി ഇതിനകത്ത് ഒരു ഹേറ്റ് ഒന്നും വേണ്ട, ഫുൾ സ്പ്രെഡ് പോസിറ്റിവിറ്റി ആ ഒരു മൈൻഡിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇത് സംസാരിക്കാൻ എനിക്ക് തോന്നുന്നത് കേട്ടോ. അല്ലാതെ പുള്ളിക്കാരിയുടെ അടുത്തൊരു ഹേറ്റ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇനി ഇത് കഴിഞ്ഞിട്ട് ബാക്കി പറയുന്ന കാര്യം കൂടെ ഒന്ന് കേൾക്കാം. പ്രത്യേകിച്ച് ഒരു ആർട്ടിസ്റ്റായി വളർന്നാൽ ആർട്ടിസ്റ്റുകളെ പറ്റിയിട്ട് ഓരോ ആർട്ടിസ്റ്റുകളെ പറ്റിയിട്ടും അനാവശ്യങ്ങൾ പറയുന്നത് നമുക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇതൊന്നും കണ്ട് അത് വിശ്വസിക്കുന്ന ആളല്ല ജീജ സുരേന്ദ്രൻ. അവരുടെ വളർച്ചയിൽ നമ്മളെല്ലാവരും സന്തോഷിക്കുക. ഒരു മക്കളെ ഗംഭീരമായി വളർത്തുന്നത് കാണുമ്പോൾ അവർ ഇനിയും വളർന്ന് രക്ഷപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അസൂയപ്പെടാതെ നല്ല കണ്ണോടുകൂടി കാണാൻ ശ്രമിക്കുക കേട്ടോ. അസൂയപ്പെടരുത് പ്ലീസ്. അയ്യോ അതല്ല, നല്ല കണ്ണോടുകൂടി തന്നെ കാണുന്നുണ്ട്. പക്ഷേ നമ്മുടെ രേണുവൊക്കെ ചില ഇച്ചിച്ച് വീഡിയോസ് ഇച്ചിച്ച് ഫോട്ടോയൊക്കെ ഇൻസ്റ്റയിലിടുക. അപ്പം നമ്മളിങ്ങനെ കണ്ണു കുത്തിയിരിക്കും. അത് കാണാന്നുണ്ടെങ്കിൽ പൈസ കൊടുത്ത് കയറണം. പക്ഷേ രേണുവക്കയുടെ ഒരു ഗതഭാഗിയായി പോകുന്ന ഒരു അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു വാക്കുണ്ടോ, എന്തോ ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെ ആയി പോകുന്നതിൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രേണുവക്കയുടെ സബ്സ്ക്രിപ്ഷൻ ചെയ്ത ആൾക്കാർ അതെടുത്ത് സ്ക്രീൻഷോട്ട് ആയിട്ട് എടുത്ത് പബ്ലിക് ആക്കുന്നുണ്ട്. രേണുവക്കയ്ക്ക് വരുമാനം നിന്ന് പോവാണ്. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പം നമ്മൾ ഇച്ചിച്ച് സംഭവമൊക്കെ ആയതുകൊണ്ട് നമ്മൾ കണ്ണടച്ച് നമ്മൾ അങ്ങനെ അങ്ങ് വിടുക, എന്തോ കാണിക്കട്ടെ, അവർ ഹാപ്പി ആയിട്ട് ജീവിക്കണം, അത്രയേ ഉള്ളൂ. സ്പ്രെഡ് പോസിറ്റിവിറ്റി അത്രയേ ഉള്ളൂ. ഇനി ഇത് കഴിഞ്ഞിട്ട് കൊളപ്പുള്ളി ലീല ആ ഒരു അമ്മ വന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഇവരുടെ ആ ഒരു മൂവിയുടെ ആ ഒരു പൂജയുടെ ആ ഒരു ടൈമിൽ പുള്ളിക്കാരി ഉണ്ടായിരുന്നു. അവൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാം. ചേച്ചി, രേണു സുധിയെ കുറിച്ച് എന്താണ് അഭിപ്രായം? രേണു സുധിയെ കുറിച്ച് എനിക്ക് ഒരു അഭിപ്രായം അങ്ങനെ പറയാൻ പറ്റില്ല. കാര്യം എന്താ വെച്ചാൽ രേണു അവൾ കുട്ടികളെ വളർത്തണം, അതിന് അവള് കലാഫീൽഡ് ഇറങ്ങി. ഞാൻ ഈ യൂട്യൂബും കാര്യങ്ങളും മൊത്തം ഒന്നും കാണാറില്ല. പലരും പലതും പറയുന്നുണ്ട്, എനിക്കിതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല, ഞാൻ കേൾക്കാറുമില്ല. ഞാൻ അവളോട് ഇപ്പൊ പറഞ്ഞത് ഒറ്റ കാര്യമാണ്, സുധീനെ എനിക്കറിയാം, ആ കാലം തൊട്ട് നിന്നെ അറിയാം. എനിക്ക് അവള് പുറത്തിറങ്ങാത്തൊരു വ്യക്തിയാണ്. ഇപ്പൊ അവളെ കുട്ടികളെ പോറ്റണം. സുധി മരിച്ചതും പറഞ്ഞാൽ ആര് കൊടുക്കും പൈസ? അപ്പൊ അവൾക്ക് കഴിയുന്നത് പോലെ അവള് കലാഫീൽഡ് ഇറങ്ങി അവള് വർക്ക് ചെയ്യണോ, അവളെ കുട്ടികളെ പോറ്റണം. ആ കുട്ടികൾ ഒന്നിനു മാത്രം ആവട്ടെ, അതിനുശേഷം പിന്നെ തീരുമാനിക്കാം അവൾ ഇറങ്ങേണ്ടത്. കാരണം നമുക്കൊരാളെ കുറ്റം പറയാൻ എളുപ്പം കഴിയും. ഒരാൾ എങ്ങനെ ജീവിക്കണോ, കുട്ടികളെ എങ്ങനെ പോറ്റണോ എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ ഞാനാണെങ്കിലും കേട്ടോ, പിന്നെ അങ്ങനെയൊക്കെ കുറ്റം പറയാൻ എനിക്കും പറ്റും. എന്നാ 10 രൂപ കൊടുത്ത് സഹായിക്കാൻ എനിക്ക് പറ്റുമോ? പറ്റൂല. 10 രൂപ ഉണ്ടെങ്കിലും അത് മറച്ചു വെച്ചെങ്ങാഞ്ഞിരിക്കും, കൊടുക്കൂല. അപ്പൊ അവരുടെ കുട്ടികളെ പോറ്റാൻ അവർക്ക് എങ്ങനെയാണ് തോന്നുന്നത്? അവര് അഭിനയിച്ചിട്ടോ റീൽസ് ചെയ്തിട്ടോ അഭിനയിച്ചിട്ടോ എങ്ങനെയാ വെച്ചാൽ അവര് വളർത്തട്ടോ. അതിന് അവന്റെ ആത്മാവ് കൂടെ ഉണ്ടാവട്ടെ. ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളാണ് ഈ ഒരു അമ്മ വന്ന് സംസാരിച്ചിരിക്കുന്നത്. ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ കടന്നു വന്നിരിക്കുന്ന വഴികളൊക്കെ ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ആയിരിക്കാം ഇത്തരത്തിൽ ഈ ഒരു അമ്മ ഈ ഒരു കാര്യം വന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ആർട്ടിസ്റ്റിക് ഫീൽഡിലോട്ട് വരുന്ന ഏതൊരു ലേഡിക്കാണെങ്കിലും ഫേസ് ചെയ്യേണ്ടി വരുന്ന കുറേ ബുദ്ധിമുട്ടുകളും കുറേ സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പല ആളുകളുടെ അനുഭവങ്ങൾ നമ്മുടെ അടുത്ത് പേഴ്സണലി ഷെയർ ചെയ്തേക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് അങ്ങനെ സംഭവങ്ങളൊക്കെ അറിയാം. പക്ഷേ ഈ ഒരു രേണുക്കയുടെ കാര്യത്തിലോട്ട് വരുമ്പോഴത്തേക്കിന് രേണുക്ക ഈ ഒരു അമ്മ പറഞ്ഞ പോലെ തന്നെ
ഒരു 10 രൂപ കൊടുത്ത് സഹായിക്കുക, ആരെങ്കിലും കൊടുത്ത് സഹായിക്കുന്നുണ്ടോ എന്നുള്ള സംഭവം സ്വാഭാവികമായിട്ടും ഏതൊരു വ്യക്തിക്കും തോന്നുന്നൊരു സംഭവമാണ്. ഈ ഒരു അമ്മ തന്നെ പറയുന്നുണ്ട് യൂട്യൂബ് വീഡിയോസ് കാര്യങ്ങളൊന്നും കാണാറില്ല, നമുക്കറിയത്തില്ല എന്നുള്ളത്. അത് തന്നെയാണ്, അതൊരിക്കലും ആ ഒരു അമ്മയുടെ മിസ്റ്റേക്കോ തെറ്റോ ഒന്നും അല്ല കേട്ടോ. അപ്പം നമ്മളാണെങ്കിലും തുടക്ക സമയങ്ങളിലൊക്കെ ഞാൻ ഫസ്റ്റ് രേണുവിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്യുന്ന ടൈമിൽ പോലും ഞാൻ പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന ആരും രേണുവൊക്കെ ചെയ്യുന്ന ആരും പൈസ കൊടുക്കില്ല, ആ ഒരു ഇത് തന്നെയായിരുന്നു നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിനുശേഷം പോകെ സഹായിക്കുന്ന ആളുകളെ പോലും മാറി ഇരുന്നിട്ട് അവരുടെ അന്തയ്ക്ക് വിളിക്കുന്ന പോലെ രീതിയിൽ രേണുവൊക്കെ മാറുമ്പോഴത്തേക്കിന് പിന്നെ നേരെ അത് വേറൊരു രീതിയിലോട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചെലവിന് കൊടുപ്പ് ടീംസ് അത് നമ്മൾ തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് രേണുവൊക്കെ തന്നെയാണ് രേണുവൊക്കെ ആ ഒരു കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തിയോട് ഉണ്ടായിരുന്ന ഒരു സിമ്പതി, ആ ഒരു കാര്യങ്ങളൊക്കെ രേണുവൊക്കെ തോന്നിയ ആ ഒരു കാര്യങ്ങൾ സപ്പോർട്ട് എല്ലാവരും കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് മാറിയേക്കുന്ന കാര്യങ്ങൾ യൂട്യൂബിൽ ഈ ഒരു വിഷയങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഇത് ഫോളോ ചെയ്യാതെ അല്ലെങ്കിൽ ഇത് അധികം ഈ സംഭവങ്ങളൊന്നും നോക്കാൻ നിൽക്കാത്തൊരു വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോഴത്തേക്കിന് ശരിയാണ്, എന്തിനാണ് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ പറയുന്നത്, അതേ എല്ലാവരും വിചാരിക്കുകയുള്ളൂ. പിന്നീട് ഈ വിഷയങ്ങൾ കൂടുതൽ അടുത്തറിയുമ്പോഴത്തേക്കിന് ഇന്നലകളിൽ നല്ലത് പറഞ്ഞ ആളുകൾ തന്നെ പിൽക്കാലത്ത് രേണുവൊക്കെ ഇവരെന്തോ നീ കാണിക്കുക എന്നുള്ളൊരു നിലയിൽ തന്നെ പിന്നീട് പറയുന്നുണ്ട്. അതൊരിക്കലും രേണുവൊക്കെയുടെ വർക്ക് ബേസ്ഡ് ആയിട്ട് പറയുന്ന സംഭവമല്ല കേട്ടോ. ഞാൻ ഒരിക്കലും അങ്ങനെ അവരുടെ വർക്ക് ബേസ് ഇതുവരെ പറഞ്ഞിട്ടില്ല, ഇനിയിട്ട് പറയത്തുമില്ല. പുള്ളിക്കാരി ഈ പിന്നീട് ഓൺലൈൻ മീഡിയാസിനെ വിളിച്ച് വരുത്തിയിട്ട് കാണിക്കുന്ന കുറേ പരിപാടികളും ബാക്കി സംഭവങ്ങളൊക്കെ അറിയില്ല, പറയേണ്ട കാര്യത്തിൽ മാത്രമേ നമ്മൾ പറയാറുള്ളൂ. ഇപ്പം മഞ്ജു പത്രോസ് ആണെങ്കിലും അങ്ങനെയുള്ള ആളുകളൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് പിന്നീട് പിൽക്കാലത്ത് മാറ്റി പറയേണ്ടി വന്നേക്കുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അത് തന്നെയാണ്. അപ്പം രേണുവൊക്കെയുടെ ഈ പറയുന്ന ഈ ഒരു യൂണിവേഴ്സ് ഇനിയും തുടരുന്നതായിരിക്കും സുഹൃത്തുക്കളെ. ഇനി അടുത്തൊരു പൈസ ഉണ്ടാക്കൽ വീഡിയോ ആയിട്ട് നമുക്ക് രേണുവൊക്കെ പറ്റിയിട്ട് പിന്നെ വീഡിയോ ചെയ്യാം. അപ്പോൾ ഇത്രയും കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ശരി, ബൈ.